ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, ഈ യുദ്ധങ്ങൾ പല കാരണങ്ങളാൽ നടത്തപ്പെടുന്നുണ്ടോ എങ്കിലും ആ യുദ്ധ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ആരും നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ഇറാൻ മാത്രം ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. യുദ്ധം തുടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ആക്രമണത്തിലൂടെ ഞങ്ങൾക്ക് 2 ലക്ഷ്യമാണുള്ളത്. എന്തൊക്കെയാ 2 ലക്ഷ്യങ്ങൾ? ഒന്ന്, ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തുടച്ചിരിക്കുക. 2, ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക. ഈ 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നദാൻസ് ഉൾപ്പെടെയുള്ള, ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ട കാര്യം, ഒന്ന്, ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്നുള്ളത്. മറ്റൊന്ന്, അങ്ങനെ ആണവായുധം ഉണ്ടെങ്കിൽ തന്നെ ഇസ്രായേലിന് അതിനെതിരെ ആക്രമണം നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ടോ, അധികാരമുണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടോ? ഒരു രാജ്യത്ത് ആണവായുധമുണ്ട് എന്ന് പറയാൻ ലോകത്ത് ആധികാരികമായിട്ടുള്ള ഒരൊറ്റ ഏജൻസിയേ ഉള്ളൂ. ആ ഏജൻസിയുടെ പേര് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നാണ്. ആ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നിരന്തരമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസം 12-ാം തീയതിയും അവരൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിലും അവർ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല എന്നാണ്. ആണവായുധമുണ്ട് എന്നൊരു ലോകരാജ്യത്തിന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ഉത്തരവാദിത്വത്തോടെ പറയേണ്ട ഒരേ ഒരു ഏജൻസി മാത്രം ലോകത്തുണ്ട്. അത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അവർ ഇന്ന് വരെ, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന്. അങ്ങനെ അപ്പൊ ഇല്ലാത്ത ആണവായുധം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആക്രമണം നടത്തുന്നതിന്റെ ലക്ഷ്യമെന്താണ്? അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അഥവാ ആണവായുധം ഉണ്ട് എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ ആണവായുധം ഉണ്ട് എങ്കിൽ അതിനെ ആക്രമിച്ചില്ലാതാക്കാൻ ഇസ്രായേലിന് അധികാരമുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാം, ആണവായുധം ഉണ്ട് എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയോ അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ടുള്ള മറ്റ് ഏജൻസികളോ പറയുകയാണെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നത്, അവർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തെ നയിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കും. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പരിശോധനകൾ നടത്തുകയും ആ പരിശോധനയിൽ ഉണ്ട് എന്ന് കണ്ടാൽ അവർക്കെതിരെ സാമ്പത്തിക ഉപരോധം, സൈനിക ഉപരോധം, സൈനികമായ ആക്രമണം, ഇതൊക്കെ നടത്തുന്നതാണ് അന്തർദേശീയ നിയമങ്ങൾക്കനുസരിച്ച് നാം കാണുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാതെ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയാതെ, ഐക്യരാഷ്ട്ര സംഘടന പറയാതെ ഇറാൻ സ്വന്തമായിട്ട്